ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് ചെമ്മീൻ വെച്ചിട്ട് ചുരക്കിയും വെച്ചിട്ടൊരു കറി ഉണ്ടാക്കാം. ഇന്ന് ഉച്ചയ്ക്ക് എനിക്ക് കറിക്ക് ചെമ്മീനും ചുരക്കിയാണ് കിട്ടിയത്. ഇത് പച്ച ചെമ്മീൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഉണക്ക ചെമ്മീൻ വെച്ചിട്ടും ചെയ്യാം. എൻ്റെ കയ്യിലിപ്പോൾ ചെമ്മീൻ മേടിച്ചതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് ഞാൻ കറി വയ്ക്കുന്നത്. ചുരക്ക അറിയാത്തവർക്ക് വേണ്ടി കാണിച്ചതാണ്. മുമ്പ് കാണിച്ചാണ് ചുരക്കി അതിൻ്റെ അരി കളഞ്ഞ് നന്നായി കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കുക. ഇതിലേക്കിപ്പോൾ ഒരു പാൻ വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വരുമ്പോൾ ഒരു കപ്പ് നാളികേരമാണ് ചേർക്കുന്നത്. അത് നന്നായി വറക്കുക. ഉറുമ്പിൻ്റെ കളറ് ആവുന്നത് വരെ നന്നായി വറക്കുക. എന്നിട്ട് അതിലേക്ക് ചേർക്കുന്നത് 4 ഉള്ളി, 3 അല്ലി വെളുത്തുള്ളി, 2 വെളുത്തുള്ളി ആയാലും മതി. അത് നന്നായി വറക്കുക. കരിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് വെച്ചിട്ട് വേറെ പണിക്കൊന്നും പോകരുത്. ഇതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. വലിയ ജീരകം, ഒരു നുള്ള് പെരിഞ്ജീരകം ചേർത്ത് നന്നായി റോസ്റ്റ് ചെയ്യുക. നാളികേരം ഇതിലേക്ക് ഒരു പിടി കുരുമുളക് ഇടും. അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയി. കുരുമുളകും കൂടി ഇടാൻ മറക്കരുത്. ഇതിൽ ഒരു തണ്ട് വേപ്പിലയും കൂടി ഇടുന്നുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ട് റോസ്റ്റാക്കി എടുക്കുക. കളറ് മാറി വരുമ്പോൾ നമുക്കതിൽ കുറച്ച് മസാലകൾ ചേർക്കണം. നന്നായി ഡ്രൈ ആവണമെന്ന് കളറ് മാറുന്നതിന് മുമ്പേ തന്നെ ചേർക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ മസാലകൾ കരിഞ്ഞു പോവും. ഇതൊരുവിധം ആയി വരുന്നുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് കുറച്ച് മസാലകൾ ഇതിലേക്ക് ചേർക്കാം. അതിനായിട്ട് ആദ്യം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ 1 സ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർക്കുന്നുണ്ട്. ഇത് പിന്നെ ഒരു ചെറിയ സ്പൂൺ, 1/2 സ്പൂൺ അങ്ങനെ മതിയാവും, ഗരം മസാലയും കൂടിയും ചേർത്ത് നന്നായിട്ട് പച്ചമണം പോകുന്നത് വരെ ചൂടാക്കിയെടുക്കുക. ടീസ്പൂൺ ടേബിൾ സ്പൂണും മാറിപ്പോകരുതേ. പിന്നെ എരിവ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും മാറ്റിയും യൂസ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ മീഡിയം എരിവാണ് ഇത്. കരിഞ്ഞു പോവാതെ അത് ഡ്രൈ ആയി കഴിഞ്ഞാൽ മാറ്റിയൊരു ഭാഗത്ത് വയ്ക്കുക. ചൂടാറി കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാം. ഇനി അതവിടെ മാറ്റി വെച്ചോ. ഇനി അടുത്തതായി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾ ഈ ചുരക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുരക്കയും ചെമ്മീനും ഇട്ട് അതിലേക്ക് പച്ചമുളക് ഒരു 3-4 പച്ചമുളക് ഞാൻ എടുക്കുന്നുണ്ട്. ഇതധികം എരിവില്ലാത്തത് കൊണ്ടാണ് 3-4 എണ്ണം എടുക്കുന്നത്. എരിവുള്ളതാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തണം. അതിലേക്ക് സവോള ഇട്ട് കൊടുക്കുന്നത്.
നിങ്ങൾക്ക് വേണമെങ്കിൽ കൊച്ചുള്ളി വേണമെങ്കിൽ അത് ചേർക്കാം. ഞാനിപ്പോൾ സവാളയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഒരു സവോള ചേർത്തു. നിങ്ങൾ അര സവോള ചേർത്താൽ മതി. ഞാനതിന് കുറച്ച് സവോള എടുത്ത് മാറ്റി. അര സവോളയുടെ ആവശ്യമേ ഉള്ളൂ. അതിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിക്കണം. മഞ്ഞൾപ്പൊടി കുറച്ചിടണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു തക്കാളിയും ചേർത്തോളൂ. ചെറിയൊരു പുളിരസം ടേസ്റ്റാണ് അതിലേക്ക്. അത് കുക്കറിൽ ഒരു വിസിലടുപ്പിക്കുന്നുണ്ട് ഞാൻ. അടച്ചു വെച്ച് വേവിച്ചാലും കുഴപ്പമില്ല. ഇതാവുമ്പോൾ നമുക്ക് പെട്ടെന്ന് കാര്യം എളുപ്പമായിട്ട് കിട്ടും. മൂടത്തക്ക വകം വെള്ളം ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം എന്തോരം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഞാൻ ഇത്തിരി കുറുകിയ ടൈപ്പായിട്ടാണ് എടുക്കുന്നത്. അത് അധികം വെള്ളം എന്നില്ല. ഇതിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങുകയും ചെയ്യും. ആ മസാല അരച്ചത്, ആ നാളികേരം അരച്ചില്ലേ, ആ കൂട്ട് അരച്ചത് ഇതിലേക്ക് ഒഴിക്കുക. കുറച്ച് വെള്ളം ഒഴിച്ച് ആ മിക്സി കഴുകി ആ വെള്ളവും ഒഴിക്കാവുന്നതാണ് അതിലേക്ക്. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണ് ചാറ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം. ഞാനിവിടെ ഇത്തിരി കട്ടിയിലാണ് എടുക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ആ പരുവമാണ് ഇഷ്ടം. ഇനി ഇതിലേക്ക് കാച്ചി ഒഴിക്കാനായിട്ട് നമുക്ക് ഉള്ളി കാച്ചി ഒഴിക്കാം. ഇതിലേക്ക് ഒരു 5-6 ഉള്ളി എടുത്തിട്ട് ഞാൻ കാച്ചി ഒഴിക്കുന്നുണ്ട്. അതിൽ വേപ്പില കൂടിയും ഇട്ട് കാച്ചി ഒഴിക്കാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കണേ. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ഇനി അടുത്ത വീഡിയോ എങ്ങനത്തെ വീഡിയോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്താം. ഇഷ്ടപ്പെട്ട ഒരു ഇമോജിയെങ്കിലും കമൻ്റ് ഇടാൻ മറക്കരുതേ. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. It's me, Mega's Magical Everyday Magic. ഇത് നന്നായിട്ട് അങ്ങോട്ട് ആയിക്കോട്ടെ കേട്ടോ. ഇത്തിരി നേരം പിടിക്കുമോ അത്. കറി അപ്പോൾ തയ്യാറായി. ഇത് ചപ്പാത്തിയുടെയും ചോറിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല കൂട്ട് ബെസ്റ്റാണ്.